ഹായ് ഗേസ്, ഇന്ന് ഞാനൊരു പടം കണ്ടു കേട്ടോ. കുറേ കാലത്തിന് ശേഷം വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് തുടരും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക എന്നുള്ളൂ. കൊടുത്ത പൈസ മുതലാണ്. എൻ്റെ മക്കളെ, മോഹൻലാൽ എന്ന് പറയുന്ന നടനുണ്ടല്ലോ, അപാര പെർഫോമൻസ്. അതിൽ ജീവിക്കുകയാണ് അയാൾ ചെയ്തത്. അയാൾ ഈ അടുത്ത കാലത്തൊന്നും ആരും ഇതേപോലെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അയാൾ ഇതുവരെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുരുമ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ ഒരു ഡയറക്ടറുടെ കയ്യിലോ കഥാപാത്രത്തെ അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര എന്താ പറയുക, മലയാളികൾക്ക് ഒരു ലജ്ജയായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. തുടരുമെന്ന പേര് അത് ആ സംവിധായകനും അതിൻ്റെ അണിയറ പ്രവർത്തകരും കൊണ്ടുവന്നത് എത്രമാത്രം ആലോചിച്ചിട്ടാണ് എന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായ ലെറ്ററാണ്. മലയാളികൾക്ക് എന്നും ചെറുപ്പം തൊട്ടിട്ട് മലയാള അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നവർക്ക് ഉരുട്ടി എഴുതുക എന്ന് പറയുന്ന ആ ഒരു ശൈലി അവരതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സംവിധായകൻ ഓരോ കഥാപാത്രങ്ങളെയും കൊണ്ടുവന്ന ഒരു രീതി അതിമനോഹരമാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് SI ജോർജ് സാർ. മലയാളികളുടെ നാവും തുമ്പത്തു നിന്ന് ഒരിക്കലും മാറാത്ത ഒരു കഥാപാത്രമാണത്. പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ പുതുമുഖ നടൻ എത്രമാത്രം മനോഹരമാക്കി. ഒരു പക്ഷേ മോഹൻലാലിനെ സൈലന്റ് ആക്കി ഹൈജാക്ക് ചെയ്ത് കയറിപ്പോയ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്ന ഓരോ മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മനസ്സിലുണ്ടാകും. തിയേറ്റർ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രേക്ഷകർക്ക് മുഴുവനും SI ജോർജ് സാർ എന്ന് പറയുന്ന ആ വില്ലനോട് വെറുപ്പായിരിക്കില്ല. അയാളുടെ അഭിനയ മികവിനെ എപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈപ്പ്. മക്കളെ, ആ സംവിധായകനുണ്ടല്ലോ പണി അറിയുന്നതാണ്. ഓരോ കഥാപാത്രങ്ങളെയും രൂപകൽപ്പന ചെയ്തതും ഡിസൈൻ ചെയ്തതൊക്കെ അതിമനോഹരമാണ്. ഓരോരുത്തരും എനിക്ക് തോന്നുന്നു ഈവൻ കേസ് നമ്മളെപ്പോലും അയാളുടെ കൈ കിട്ടിയാൽ ഏറ്റവും മികച്ച ഒരു ക്യാരക്ടറാക്കി അയാൾ വാർത്തെടുക്കും. ഒരുപാട് ഹൈപ്പൊന്നും ഈ പടത്തിന് അവർ കൊടുത്തിട്ടില്ല കേട്ടോ. വളരെ ശാന്തമായി എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. വളരെ ശാന്തമായിട്ട് ഒഴുകി വന്ന ഒരു കടലാസ് തോണി, നമ്മൾ കളിവെള്ളം പോലെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കടലാസ് തോണി നമ്മളിലേക്ക് ഒഴുകി വരുന്ന പോലെയാണ് ഈ പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീല്. ലേലുവല്ലു 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 മലയാളികൾക്ക് ഓർമ്മയുള്ള പടമാണത്. അത്രയും തമാശ കാര്യങ്ങളൊന്നും ഈ പടത്തിനില്ല. പക്ഷെ ഇതിൻ്റെ വിഷ്വൽ മാജിക്കൾ അടിപൊളിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്റിങ്, ആ ചിത്ര സംയോജനമൊക്കെ ഉണ്ടല്ലോ, മനോഹരമായ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഓരോ വിഷ്വലുകളും അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ട് ചെയ്ത് ഷോട്ടുകൾ കാണിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ഒരു മാജിക് ഉണ്ട്. മലയാള സിനിമ വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ട് ശീലിച്ച യുവതലമുറയ്ക്ക് പിന്നിൽ ചിന്തിപ്പിക്കുന്നുണ്ട് ആ പടം കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും തുടരും കാണുക. മോഹൻലാൽ തുടരുമെന്നുള്ളതിന് ഉറപ്പാണത്. അല്ലാതെ 100 ഹെലികോപ്റ്ററും സംഭവങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ റാന്നി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, റാന്നിയിലും പത്തനംതിട്ടയും എനിക്ക് തോന്നുന്നു ചെന്നൈയിലും ഇവർ പോയിട്ടുണ്ട് ആ പടത്തിൽ. തോന്നുകയല്ല, നിർബന്ധമായിട്ടും ചെന്നൈയിലും പോയി ഷൂട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും എക്സ്പെൻസിലാണ് ആ ഒരു പടം വർക്കൗട്ട് ആക്കിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് തോന്നുന്നത് മോഹൻലാൽ എന്ന നടൻ്റെ പ്രതിഫലമായിരിക്കും കേട്ടോ. അല്ലാതെ വേറൊന്നും ഇതിന് വലിയൊരു പ്രതിഫലമായിട്ട് തോന്നുന്നില്ല. ചെറിയൊരു എമൗണ്ടിൽ, ലോ ബഡ്ജറ്റിൽ അതിമനോഹരമായ ഗംഭീരമായ പടമാണ് ഇവർ വർക്കൗട്ട് ചെയ്തെടുത്തത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സംവിധായകനും നിർമ്മാതാവും നന്നായിട്ട് കെമിസ്ട്രി ചെയ്തിട്ടുണ്ട്. അതിലുടനീളം കാണാം. ഇതിൽ മോഹൻലാൽ എന്ന വ്യക്തി സംവിധായകൻ്റെ സ്പേസിലേക്ക് പോവുക ചെയ്തത്. അല്ലാതെ ഫാൻസിൻ്റെ യുവതലമുറയിലെ ഡയറക്ടർമാർ മുഴുവനും മോഹൻലാലിൻ്റെ ഒട്ടുമിക്ക ആളുകൾ പോലും മോഹൻലാലിൻ്റെ ഫാൻസ് ആയിരിക്കും. പക്ഷെ തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ ഫാൻസ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് മോഹൻലാൽ എന്നതിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാൽ പോലും മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സ്പേസിലേക്ക് വർക്കൗട്ട് ആവുക ചെയ്തിട്ടുള്ളത്. അല്ലാതെ തരുൺ മൂർത്തി മോഹൻലാലിൻ്റെ സ്പേസിലേക്ക് ഒരിക്കലും പോയതായിട്ട് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നൂല കേട്ടോ. അത്രയും ഗംഭീരമാണ് തരുൺ മൂർത്തി മോഹൻലാലിനെ യൂസ് ചെയ്ത ഒരു കാര്യം. പടം പ്രേക്ഷകന് ത്രില്ലറും സസ്പെൻസുമാണ് അതിൽ നിറയുള്ളത്. ഒരു ലെവൽ കഴിഞ്ഞാൽ പ്രേക്ഷകൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ പടം കുതിച്ചു കയറുന്നു പോകുന്നുണ്ട്. പ്രേക്ഷകന് ഒരിക്കൽ പോലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു കുതിപ്പും അതിൻ്റെ ഹൈപ്പൊക്കെ. അത് ആ സംവിധായകൻ്റെ മികവാണെന്ന് എടുത്തു പറയുന്നു. പുതുമുഖ സംവിധായകന്മാരോടും നിർമ്മാതാക്കളോടും എനിക്കൊരു അപേക്ഷയുണ്ട് കേട്ടോ. വലിയ ഹൈപ്പോടുകൂടി വലിയ പ്രതീക്ഷകൾ മലയാളി പ്രേക്ഷകർക്ക് കൊടുത്ത് തള്ളി മറിച്ചുകൊണ്ട് ഒരു സിനിമ കൊണ്ടുവരരുത്. സിനിമ നിശബ്ദമായി കൊള്ളട്ടെ. അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് വിട്ടുതരുന്നു. പക്ഷേ നിങ്ങളത് ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് തള്ളിമറിക്കുന്ന ഒരു പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന് ഒന്നിനും പറ്റാത്ത നനഞ്ഞ ഓലപ്പടക്കാക്കി കളയരുത്. ഇറങ്ങിയ എമ്പുരാനൊക്കെ പൃഥ്വിരാജ് ചിലപ്പോൾ വലിയ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷെ അതൊന്നും പ്രേക്ഷകർക്ക് എത്രമാത്രം വോട്ടിനിട്ടാൽ വിജയിക്കുന്ന ഒരു പടമാണെന്ന് പറയാൻ കഴിയില്ല. പ്രേക്ഷകർക്ക് കോടിക്കണക്കിന് മുടക്കിയ 250 കോടി എന്നൊക്കെയാണ് എൻ്റെ അറിവിൽ അതുള്ളത്. അത്രയും രൂപ മുടക്കിയ എമ്പുരാനും തരുൺ മൂർത്തിയുടെ തുടരും തമ്മിൽ
ഇന്റർലി ഡിഫറൻ്റ് ആണ് പടം. ചെറിയ എമൗണ്ടിൽ നല്ല പടങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ നിർമ്മാതാക്കളും അതിൻ്റെ അണിയറ പ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു അപേക്ഷയുണ്ട് കേട്ടോ.